ഭരണഘടന തകർക്കാനുള്ള ഏത് ശ്രമത്തെയും ചെറുത്തു തോൽപ്പിക്കുമെന്ന് ഇടുക്കി രൂപത മുഖ്യ വികാരി ജനറൽ മോൺസിഞ്ഞർ ജോസ് കരിവേലിക്കൽ പറഞ്ഞു. ഛത്തീസ്ഗഡിൽ സന്യാസിനികൾക്കെതിരെ നടന്ന അതിക്രമങ്ങൾ, അന്യായമായ തുറുങ്കിലടയ്ക്കൽ എന്നിവയ്ക്കെതിരെ ഇടുക്കി രൂപതയുടെ നേതൃത്വത്തിൽ ചെറുതോണിയിൽ പ്രതിഷേധ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ഛത്തീസ്ഗഡിലുണ്ടായ നടപടി ജനാധിപത്യ വിരുദ്ധവും ഭരണഘടനാ ലംഘനവുമാണ്. ഭാരതത്തിന്റെ ഉൾനാടൻ ഗ്രാമപ്രദേശങ്ങളിലും ആദിവാസി ഗോത്ര മേഖലകളിലും തികച്ചും സേവന മനോഭാവത്തോടെ ജോലി ചെയ്യുന്ന മിഷനറി ശുശ്രൂഷകരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച നടപടി അംഗീകരിക്കാനാവുന്നതല്ല. ആതുര ശുശ്രൂഷകളിലും വിദ്യാഭ്യാസ മേഖലകളിലും ഇവർ ചെയ്ത സേവനങ്ങൾ ഏറ്റവും മികച്ചതും മനുഷ്യത്വപരവുമാണ്. ഭാരതത്തിന്റെ വികസനമെത്താത്ത അവികസിത ഗ്രാമങ്ങളിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്താൻ മറ്റാരും തയ്യാറാകാത്ത സാഹചര്യത്തിൽ പിറന്ന നാടും ബന്ധുക്കളെയും ഉപേക്ഷിച്ച് സേവനം ചെയ്യുന്ന സന്യസ്തരെ അറസ്റ്റ് ചെയ്ത നടപടി ഇന്ത്യയുടെ മതേതര മുഖത്തിനേറ്റ കനത്ത പ്രഹരമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇടുക്കി രൂപതയിലെ വിവിധ ഭക്തസംഘടനകളുടെ നേതൃത്വത്തിൽ വഞ്ചിക്കവലയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ റാലി രൂപത വികാരി ജനറൽ മോൺസിഞ്ഞർ എബ്രഹാം പുറയേറ്റ ഉദ്ഘാടനം ചെയ്തു. ആയിരങ്ങൾ പങ്കെടുത്ത റാലി ചെറുതോണി ടൗണിൽ എത്തിച്ചേർന്നപ്പോൾ പ്രതിഷേധ യോഗം മുഖ്യ വികാരി ജനറൽ മോൺസിഞ്ഞർ ജോസ് കരിവേലിക്കൽ ഉദ്ഘാടനം ചെയ്തു. മോൺസിഞ്ഞർ ജോസ് നരിതൂക്കിൽ, ഫാദർ ജിൻസ് കാരക്കാട്ട്, സിസ്റ്റർ ഡോക്ടർ പ്രദീപ CMI, കത്തോലിക്ക കോൺഗ്രസ് രൂപതാ പ്രസിഡന്റ് ശ്രീ ജോർജ് കോയിക്കൽ, KCYM രൂപതാ പ്രസിഡന്റ് ശ്രീ സാം സണ്ണി, മിഷൻ ലീഗ് രൂപതാ പ്രസിഡന്റ് ശ്രീ സെസിൻ ജോസ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.